ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി തണുപ്പ്. രാവിലെ എണീറ്റ് ചോറിന് വെള്ളം വെച്ചിട്ട് കട്ടൻ ചായ എടുത്ത് അടുപ്പിൻ്റെ മൂട്ട് പോയിരുന്ന് കുറച്ച് നേരം ചൂടായതിന് ശേഷം കേട്ടോ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്തത്. 6 മണിക്കാണ് എണീറ്റത്. വാല് തുറന്നതും എൻ്റെ ദൈവം AC പോലെ തണുപ്പ്. ഞാൻ തിരിച്ച് റിട്ടേൺ ഓടിപ്പോയി സെറ്റർ ഇട്ടിട്ട് വന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്തത്. പിന്നെ നമുക്ക് പിന്നെ ഉപ്മാവാണല്ലോ മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉപ്മാവാണ്. കാരണം എൻ്റെ മറവിയാണ് എല്ലാത്തിനും പ്രശ്നം. പിന്നെ ചപ്പാത്തി എൻ്റെ മക്കൾക്ക് ഇപ്പോൾ വേണ്ട. കഴിച്ച് ചപ്പാത്തീനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇന്ന് രാവിലെ ഇതിപ്പോൾ ഉപ്മാവായതുകൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും അവർക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ കേബേജ് ഉപ്പേരി വെക്കുന്നുണ്ട്. പൊന്നൂസ് സ്കൂളിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേബേജ് ഉപ്പേരി വെച്ചത്. പിന്നെ ഇന്നലത്തെ കൈപ്പക്ക തോരനും മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് പൊന്നൂസ് സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉപ്പേരി വെച്ചത് പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ശ്യാമാട്ടനും പണിക്ക് പോയി, ഞങ്ങൾ 3 ഉള്ളൂ. അന്നേരം ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് ധാരാളം. പിന്നെ നമ്മളെ കാന്താരി മുളക് ഇതാ ഇവിടെ എണീറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് കുറേ നേരം കിടന്നുറങ്ങി. 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആൾ എണീക്കാൻ 8:30 മണിയായി. പിന്നെ എണീറ്റ് ഇങ്ങനെ വരുന്ന വരുത്താണ്. വീഡിയോ കണ്ടപ്പോൾ ഒറ്റ തട്ടങ്ങ് തട്ടി കേട്ടോ. പിന്നെ പല്ലൊക്കെ തേപ്പിക്കണം, ഞാൻ തന്നെ പല്ല് തേപ്പിക്കണം പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ പോയി പല്ലൊക്കെ തേപ്പിച്ചു. ഉപ്മാവും ചായയും കൊടുക്കുകയാണ്. ഞാൻ തന്നെ വാരി കൊടുക്കണം എന്നുള്ള വാശിയായിരുന്നു. പിന്നെ ഞാൻ തന്നെ വാരി കൊടുത്തു. ചക്കര വീഡിയോ എടുക്കുന്നുണ്ട്. എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ തട്ടുന്നത് കേട്ടോ. ഒരു അമ്മേനെയാണ് എടുക്കുന്നത്, നിന്നെ എടുക്കുന്നില്ല പറഞ്ഞപ്പോൾ അമ്മേൻ്റെ അടുത്ത് വന്ന് നിന്ന് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കാന്താരി മുളക് അങ്ങനെ അവൾക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇന്ന് പൊന്നൂസ് ഉള്ളതുകൊണ്ട് തന്നെ ചക്കരേൻ്റെ മുടിയൊക്കെ പിന്നെ പൊന്നൂസ് തന്നെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു ഞാൻ. അന്നേരം പിന്നെ ചക്കര മിണ്ടാണ്ട് നിന്നു. പിന്നെ അവൾക്ക് തന്നെ കുറേ നേരം ഇങ്ങനെ നിന്ന് കൊടുക്കാനൊന്നും പറ്റില്ല. ക്ഷമ വളരെ കുറവാണ് കേട്ടോ. അതിന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് രണ്ടും കൂടെ അടിപിടിയാവും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആൾ കിണുകിണെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, നാളെ കാണാം.